ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗായ്സ്, ആന്തിക്ക് സംക്രാന്തിക്കും വന്നു പോണോ കേസായിട്ടുണ്ടല്ലോ ഇപ്പം ഞാൻ. അതായത് കുറേ നാളായി ഇപ്പോൾ വീണ്ടും വീഡിയോയിൽ വന്നിട്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മടിയല്ല ഇതിൽ മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചുങ്ങൾക്ക് മേലായിരുന്നു എന്നുള്ളതാണ്. പിന്നെ എന്താ ഓരോരോ ബിസി കാര്യങ്ങൾ അങ്ങനെ വലിച്ചു നീണ്ടിയതാണ്. പിന്നെ നമുക്കൊരു ഒരു മൂഡ് വരണമല്ലോ വീഡിയോ ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് ഒരു ഈവനിങ് വ്ലോഗ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. എവിടം വരെ ഓടും എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഓടുന്നത്ര ഓടട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കുളിച്ച് ഫ്രഷൊക്കെ ആയി. അപ്പോൾ ഒരു 3 മണി ആവാറായിട്ടുണ്ട്. ചങ്കുട്ടി വരാറാവുന്നു. ചങ്കുട്ടിയുടെ 3:45 വണ്ടി വരും. പിന്നെ ക്രോസ് ഒന്നും ചെയ്യണം, നമ്മുടെ വാതിക്കെ കൊണ്ടിറക്കും. അവിടെ നിന്ന് തങ്കിയായിട്ട് പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ കൊണ്ട് വിട്ടാൽ മതി, കാരണം അത് അപ്പുറം ക്രോസ് ചെയ്താലേ അവർക്ക് വണ്ടിയിൽ കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അപ്പോൾ ഏട്ടൻ പോയിട്ടുണ്ടായിരുന്നു. 6th അവർ ടിക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇച്ചിരി ലേറ്റായിട്ടാണ് പോയത്. പിന്നെ ഞാൻ ഈ വരുന്നതും പോകുന്നതും വർഷത്തിൽ 2 തവണ വീഡിയോ, അതായത് 6 മാസം കൂടെ എന്തായാലും വരും, 10-15 ദിവസം ഇവിടെ ഉണ്ടാവും, പിന്നെ പോകും. അത് കറക്റ്റായിട്ട് ഇപ്പം ഞാൻ പല വീഡിയോയിലും ഞാൻ മിക്കതിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു സെയിം കാര്യങ്ങൾ വീണ്ടും ഉണ്ട്. പുള്ളി വന്നു കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അപ്പോൾ ഏട്ടൻ പോയിട്ടുണ്ട്. പുള്ളി പോയതിൻ്റെ പുറകെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ ഇവിടെ വയ്യാഴിക, അതായത് ചങ്കുട്ടി ട്യൂഷന് പോയിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നൊരു ജലദോഷമാണ്. പനിയായിരുന്നു, ട്യൂഷൻ ക്ലാസ്സിൽ പനി ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാറി അവർക്ക് ജലദോഷത്തെ സ്റ്റിൽ നിന്ന ടൈമിൽ ഇവൻ പോയിട്ട് ജലദോഷം വാങ്ങിക്കൊണ്ട് ഇങ്ങോട്ട് വന്നു. ഇവനെ ഓക്കെ ആക്കി ഒന്ന് വന്നപ്പോഴത്തേക്ക് അവൾക്കും വന്നു. പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും നല്ല കഫക്കേടിൻ്റെ വിഷയമുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ചുമയൊക്കെ. ഇപ്പം ഫുൾ വൈറൽ ഫീവറിൻ്റെ സീസണാണ്. അപ്പോൾ എല്ലാവരും ഹെൽത്ത് സൂക്ഷിക്കുക. പിന്നെ നമ്മുടെ ക്ലൈമറ്റ് അത് തന്നെ മെയിൻ ഒരു തലവേദനയാണ്. ഞങ്ങളുടെ ഇവിടെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിലുമല്ല മഴയുമല്ല എന്നാൽ ഒരു തണുപ്പ് ഫീല്, ഇങ്ങനത്തെ ഒരുമാതിരി ഓഞ്ഞ ക്ലൈമറ്റാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിലെന്തായാലും മസ്റ്റായിട്ട് നമുക്ക് അസുഖങ്ങൾ വന്നിരിക്കും, അങ്ങനത്തെ ഒരു ക്ലൈമറ്റ്. അപ്പോൾ അപ്പോൾ ഈവനിങ് വ്ലോഗ്. അപ്പോൾ ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ, അതായത് ഏട്ടൻ വന്ന് പോണതിന് മുന്നേ ഉള്ള ഞാൻ, അതായത് ഒരു റെസ്പോൺസിബിൾ മദർ, അതിലേക്ക് റീജോയിൻ ചെയ്തിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പുള്ളി ഉണ്ടായിരുന്ന ടൈമിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ റെസ്പോൺസിബിലിറ്റി എൻ്റെ ഷോൾഡറിൽ നിന്ന് എടുത്ത് അങ്ങോട്ട് വെച്ചു. ചിലപ്പോൾ ചങ്കുട്ടിനെ കുളിപ്പിക്കുന്നതും കഴിപ്പിക്കുന്നതും എന്ന് വേണ്ട A to Z സാധനങ്ങളും. പക്ഷേ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും എൻ്റെ തോളിലായി എല്ലാം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ സാധനം അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. എനിക്കിങ്ങനെ ഒളിച്ചൊളിച്ച് നടക്കാനാണ് ഇഷ്ടം. പക്ഷേ എന്നാൽ പോലും നമുക്ക് നമ്മളെ ദൈവം ഏൽപ്പിച്ചേക്കുന്ന കുറച്ച് കർത്തവ്യങ്ങളുണ്ട്, അത് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. സോ അതുകൊണ്ട് മാത്രം. അപ്പോൾ ഇനിയിപ്പം ഇനിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചങ്കുട്ടി വരും. ചങ്കുട്ടീനെ ട്യൂഷന് കൊണ്ടുവിടണം. പിന്നെ ഒന്ന് പുറത്ത് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ അതിനൊക്കെ ഒന്ന് പോകണം എന്നുണ്ട്. അതറിയില്ല, കുഞ്ഞിപ്പാറുവിൻ്റെ ഇടംപിരി എങ്ങനെയാണെന്നറിയില്ല. എണീക്കുമ്പം പല രീതിയിലാവാം. അപ്പോൾ അതൊക്കെ പോലെ ഇരിക്കും നമ്മളുടെ പുറത്ത് പോകലിൻ്റെ കാര്യം. ബാക്കിയൊക്കെ കുഴപ്പമില്ല. പിന്നെ ഇവിടെ ഇപ്പം എല്ലാ പ്രാവശ്യവും ഈവനിങ്ങിന് കാണിക്കുന്ന ചായ കുടി അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ വേറൊരു ടൈപ്പ് ഓഫ് വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ എടുത്ത് വരുമ്പോൾ എന്താവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും ഞാൻ തുടങ്ങാൻ എന്നെ കൊണ്ട് പറ്റണത്ര എടുത്ത് മുഴിപ്പിക്കണം എന്നാണ്. ആവശ്യത്തിലും കൂടുതൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ നോക്കുന്നത്. കാരണം എഡിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഭയങ്കര മടിയായി തുടങ്ങി. കുഞ്ഞിപ്പാറ് ഉറങ്ങാണ്. അവളുടെ കൂർക്കമ്പലം എനിക്ക് കേൾക്കണ്ടോ അറിയില്ല. മൂക്കൊക്കെ നല്ലപോലെ അടയുന്നുണ്ട്. കാരണം ഫാൻ ഇട്ടില്ലെങ്കിൽ അവൾ വിയർക്കുന്നുമുണ്ട്. ഫാനിട്ട് അവൾക്ക് മൂക്ക് അടയണമുണ്ട്. ഞാൻ എന്തോ ചെയ്യാൻ എനിക്ക് അറിഞ്ഞൂടെ. പിന്നെ ഞാൻ അങ്ങേക്കുറ്റി മൂലയ്ക്ക് മാറ്റിയതായി ഇവിടെ നീക്കി കടത്തിയിട്ടുണ്ട് ആളെ. അപ്പോൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ കുറേ ദിവസം കൂടിയിരുന്ന് എടുക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഒരു ഇച്ചിരിയെങ്കിലും സമയം നമ്മുടെ ഡയലോഗ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാൻ നമ്മൾ കൊണ്ടുപോകത്തേ ഉള്ളായിരുന്നു. പിന്നെ ഒരു മെയിൻ തിങ്ക് പറയാനുണ്ട് ഗൈസ്. അതായത് ഞാൻ സ്റ്റാറ്റസ് ഇടുന്നത്, ഞാൻ സ്റ്റോർ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇവിടെ എൻ്റെ ലൈഫിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന, ഓക്കെ നമുക്കൊരു പരിധി വരെ ചെയ്യാം, ഓക്കെ സമ്മതിച്ചു. കാരണം മനുഷ്യന്മാരെന്ന് പറയുന്നത് 100% ഹാപ്പി ആൻഡ് ജോയ് ആയിട്ടുള്ള ഒരു ലൈഫ് അല്ല ലീഡ് ചെയ്യുന്നത്. ഒരു ലൈഫാണെങ്കിൽ അവിടെ നമുക്ക് ഓഫ് കോഴ്സ് കരച്ചിലുണ്ടാവാം, സങ്കടങ്ങൾ, വിഷമങ്ങളും, ചിരിയും ദേഷ്യവും ഒത്തിരി ഇമോഷൻസ് കൂടിച്ചേരുന്നൊരു സാധനമാണ് ഈ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതുണ്ടാവാം. പക്ഷേ വർഷത്തിൽ 364 ദിവസമല്ലേ, 365 ദിവസം ഉണ്ടെങ്കിൽ അതിൽ 364 ദിവസവും ഞാൻ ഈ ഒരു സങ്കടം സ്റ്റാറ്റസ് അല്ലെങ്കിൽ എൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് സങ്കടമായിരിക്കും എന്ന് നിങ്ങൾ വിചാരിച്ച് കൂട്ടുമ്പോൾ നിങ്ങളുടെ സത്യം പറഞ്ഞിട്ടെങ്കിൽ ബ്രെയിൻ ഉണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. കാരണം ഞാനിത് കണ്ടിരുന്നില്ല. കാരണം ഹൈഡഡ് മെസ്സേജിനകത്ത് കുറേ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ മെസ്സേജസ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് കണ്ണ് തള്ളിപ്പോയി. കാരണം എന്നാ പറ്റിയടി എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും വരുമ്പോൾ ഏതാണ്ട് നമ്മുടെ ലൈഫിൽ എന്തോ വലിയ സംഭവം ആറ്റം ബോംബ് ഏതാണ്ട് വന്ന് വീണ ഒരു എഫക്റ്റാണ് എനിക്ക് തോന്നിയത്.
സത്യം പറഞ്ഞാൽ ഒന്നും ഇല്ലാത്തടത്ത് ചുമ്മാ എന്തുവാണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എന്താണ്ടൊക്കെ പോലെ എനിക്ക്. പിന്നെ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്. കാരണം ചിലരോട് ഞാൻ പറഞ്ഞു, കാരണം നമ്മുടെ ഒരു ചങ്കിൻ്റെ ഒരു പേജ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, ആളിടുന്ന മറ്റേ ഈ തോട്ട്സ് ഇല്ലേ, അങ്ങനത്തെ സംഭവം റൈറ്റപ്പ്. അപ്പോൾ അതെടുത്ത് ഞാൻ റീസ്റ്റോർ ചെയ്യും. ചിലപ്പോൾ ഞാൻ വാട്സപ്പിലിടും, കാരണം നമ്മുടെ സ്റ്റുഡൻസ് വാട്സപ്പിലൊക്കെ മറ്റേ നമ്പേഴ്സിലുണ്ട്. അപ്പോൾ എൻ്റെ സ്റ്റാറ്റസ് കാണും. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ വ്യൂവേഴ്സ് ഉണ്ട് എൻ്റെ വാട്സപ്പിൽ തന്നെ, നമ്പേഴ്സ് കൗണ്ട് കൂടുതലാണ്. അപ്പോൾ അതിനകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ അവരും കാണും, ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് അതിനകത്ത് തോട്ട്സൊക്കെ എടുക്കുകയും ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ഫ്രണ്ടിനെ നമ്മളൊന്ന് ഇത് പൊക്കിയെടുക്കാമെന്നുള്ള ഒരു ഇതായിരുന്നു. അത് എൻ്റെ പൊക്കൽ വേണ്ട ആൾ, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ക്ലിക്കായിട്ടുള്ളൊരു പേജാണത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മളല്ലേ പ്രൊമോട്ട് ചെയ്യണം. പുള്ളിക്ക് ഞാൻ അങ്ങനെ ഒരു ഫ്രണ്ടാണ്, സോ അതുകൊണ്ട് ഞാനതെടുത്തിടുന്നു എന്നും പറഞ്ഞ്. പുള്ളി ഏറ്റവും കൂടുതൽ ഇടുന്ന ഇമോഷണലി സാധനങ്ങളാണ്. അന്നും പറഞ്ഞ് എനിക്കത് എടുത്തിടാൻ പാടില്ല, എനിക്കറിയാൻ മേലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കാം, നിങ്ങൾ ഇത് എൻ്റെത് ലൈഫും വെച്ച് സത്യം പറഞ്ഞാൽ അതാ ഞാൻ പറയുന്നത്. ഈ 365 ദിവസം 364 ദിവസം എൻ്റെ ലൈഫിൽ സങ്കടമായിരിക്കും എന്നുള്ളത് മാത്രം നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതിയായിരുന്നു. കാരണം ഞാനിങ്ങനെ കണ്ടിന്യൂസ് ഈ ഒരു സ്റ്റാറ്റസ് ഇടുമ്പോഴത്തേക്ക്, അങ്ങനെ ഹാപ്പി സ്റ്റാറ്റസ് പറഞ്ഞാൽ ഭയങ്കര തുള്ളിച്ചാടിയുള്ള സാധനം എടുത്തില്ല. ചിലപ്പോൾ എനിക്ക് മെലഡിയസ് സോങ്ങിനോടായിരിക്കും ഇഷ്ടം, ചിലപ്പോൾ ഇങ്ങനത്തെ ഇമോഷണൽ സ്റ്റോറീസ്, സ്റ്റാറ്റസ്, ഇങ്ങനെ റൈറ്റപ്പ്, ഇങ്ങനെ എനിക്ക് കാണുമ്പോൾ ചിലപ്പോൾ ഇടാൻ തോന്നും. എന്നും പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഒരു സങ്കടം ഇല്ലെന്നല്ല, എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ സങ്കടം മൊത്തം കൂടെ പുറത്തോട്ടെടുത്താൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെക്കാട്ടി കൂടുതൽ വെള്ളം നിരപ്പ് ഉയരുന്നല്ലാണ്ട് കുറയില്ല. കാരണം അങ്ങനെയാണ് എല്ലാവരുടെ ലൈഫ് അങ്ങനെയാണ്. പക്ഷേ എന്നും പറഞ്ഞാൽ നമ്മുടെ ലൈഫ് അങ്ങനെ തന്നെയാണ്, ഫുൾ ടൈം അങ്ങനെ ആയിരിക്കും എന്നല്ല. അതുകൊണ്ട് ഞാനിടുന്ന സ്റ്റാറ്റസ് ജസ്റ്റ് സ്റ്റാറ്റസ് ആയിട്ട് കാണുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു പേജ് കയറി തോട്ട്സിനെ എടുക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം ഇടുക. അത് ഹാപ്പി ആയാലും സങ്കടം ആയാലും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പം എന്തൊക്കെ ആയാലും ഞാനിതുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ സ്റ്റോറി ഇടുന്നതല്ലാതെ ഒന്നും എൻ്റെ ഒരു ചിലപ്പോൾ എൻ്റെ ഇമോഷണൽ ടച്ച് ഞാൻ ഇടാറില്ലെന്നല്ല, പക്ഷേ ഇടാറുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾ ഈ ചോദിച്ചിട്ടുള്ള സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞാനുമായിട്ടൊരു ബന്ധമില്ലാത്തൊരു സ്റ്റോറിക്കായിരുന്നു എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെ എനിക്ക് പറയാറുണ്ട്, എനിക്ക് അറിഞ്ഞുകൂടാ. അറിയാവുന്നവർക്ക് മനസ്സിലാക്കിയെടുക്കുക, അല്ല ഇപ്പം ഒന്നും പറയാനില്ല. അപ്പം ഞാൻ ഓക്കെയാണ്, ഞാൻ ഹാപ്പിയാണ്, എനിക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ല. അതിന് പറഞ്ഞാലും ഉണ്ടാക്കാതിരുന്നാൽ മതി. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ചങ്കുട്ടി വന്നിട്ട് ബാക്കി വീഡിയോ എടുക്കുക. ഇപ്പം തന്നെ നല്ല മിനിറ്റ് ആയിട്ടുണ്ടല്ലേ, നമ്മുടെ ഡയലോഗ് അടി തന്നെ കുറേ നാൾ കൂടിയിരുന്ന് കണ്ടതിൻ്റെ ഒരു ആക്രാന്തമാണ്. സോറി, ബോറടിച്ചെങ്കിൽ സോറി. അപ്പോൾ നമുക്കിനി നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ചങ്കുട്ടി വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഓക്കെ. അപ്പോൾ കുഞ്ഞിപ്പാറ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾക്ക് നല്ല മൂക്കിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളം എടുത്ത് ആവി പിടിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. ഇച്ചിരി വിക്സും കൂടെ ഒരു എഫക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിപ്പാറിന് ആവി പിടിക്കാനൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കൈയും കാലൊക്കെ കൂട്ടി കെട്ടിയിട്ട് പിടിപ്പിക്കണമെന്നേ ഉള്ളൂ. കാണുമ്പോൾ എളുപ്പമാണ്, പക്ഷേ എൻ്റെ ഉപ്പാട് തീർന്നു. അപ്പോൾ ഞാൻ ചായ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചങ്കുട്ടി വരാറായിട്ടുണ്ട് കേട്ടോ. ഏത് നിമിഷം കടന്നു വരുവാൾ. അപ്പം ഇന്നലെ അവന് യൂണിഫോം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. യൂണിഫോം ഇട്ടുള്ള ഫസ്റ്റ് ഇന്നലെ ആയിരുന്നു. പക്ഷേ ഇന്നാണ് കറക്റ്റ് പ്രോപ്പർ സാധനങ്ങളെല്ലാം ഇട്ടുകൊണ്ട് പോയിട്ട്, കാരണം ടൈ അവന് ഒരു ദിവസം വൈകിട്ട് കിട്ടിയത്. അപ്പോൾ എല്ലാം ഇട്ടുകൊണ്ട് പോയിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ചടഞ്ഞ കോലവാ, എന്നാലും കാണിക്കാം. ആൾ വരട്ടെ. രാവിലെ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം എനിക്ക് മഴേൻ്റെ പ്രശ്നം കാരണം ഞാൻ ഫോൺ ഇവിടെ വെച്ചിട്ടാണ് പോയത്. അല്ലെങ്കിൽ എൻ്റെ ഫോൺ എപ്പോഴും കഷ്ടകാലം, ഏത് നേരത്തെ പൊട്ടാന്ന് പറയാൻ പറ്റില്ല. ഇപ്പം തന്നെ 2 വട്ടം ഡാമേജ് വന്നിട്ട് ഞാൻ മാറ്റി. അപ്പോൾ ഒന്നുക്കറിയാലോ, ചാങ്കുട്ടിയുടെ സ്കൂൾ തുറക്കുന്ന ടൈമിലും ഒന്നതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ വന്നതിന് ശേഷം ഇടയ്ക്കൊന്ന് പൊട്ടി. രണ്ടും മൊത്തത്തിൽ പ്രശ്നമാണ് ഗൈസ്. ഇന്നിപ്പോൾ ചായ ആയിട്ട് ഇടുന്നത് വെച്ചാൽ ചങ്കുട്ടിക്ക് ഈ ചായയാണ് ഇഷ്ടം. മറ്റേ തട്ടുകടയിലെ ചായ, അതാണ് ചങ്കുട്ടിക്ക് ഇഷ്ടം. എനിക്ക് പിന്നെ ബ്രൂവിൻ്റെ ആളാണ്. എന്തായാലും അവനുള്ള സാധനം ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞിപ്പാറിന് ഒരു ചക്കവറുത്ത് എടുത്ത് കൊടുത്തിട്ട് അതായിട്ട് അവൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാനും ചായ കുടിക്കണം. അവൾക്ക് പിന്നെ ഈ കവർപ്പാലിന് കൊടുക്കില്ല, നല്ല കഫക്കേട് ഓൾറെഡി ഉള്ളത് കൊണ്ട്. പിന്നെ ഞാൻ ഈ ചക്കവറുത്തയും കടിച്ച് പറിച്ച് ഇച്ചിരി ചായയൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ആയി. കാരണം ചങ്കുട്ടി വന്നിട്ട് അവന് ചായ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ചായ കുടിക്കാൻ മറന്നുപോകും. അതുകൊണ്ട് മുന്നേ കുടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ല. കാരണം അവൻ വന്നു കഴിഞ്ഞാൽ ഫുള്ളി ബിസിയാണ്, എൻഗേജ്ഡ് ആയിരിക്കും. ആ ടൈം കൊണ്ട് ഞാൻ കുടിച്ച് തീർത്തു. അപ്പോൾ എന്തേ രംഗപ്രവേശനം ചെയ്യുന്നുണ്ട് നമ്മുടെ ചേട്ടനെ ഇൻസർട്ടൊക്കെ ചെയ്ത് വിട്ടതാണ്. കോലം ഇപ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു, ഇൻട്രൽ അമ്മ ബാത്റൂമിൽ പോകുമ്പോൾ ഞാനത് ഊരും, എന്നെ ഇൻസർട്ട് അഴിക്കും, പിന്നെ എന്നെ വരുമ്പോൾ വഴക്ക് പറയലെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത്. അവനെക്കാട്ടി വലിയൊരു ടൈയും വന്ന പാട് അതേ സൈക്കിളായാലും. ഇതാണ് മെയിൻ അവൻ്റെ ഉദ്ദേശം. വീട്ടിൽ വരുന്നതേ അവൻ സൈക്കിളൊക്കെ കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തങ്കി അവനെ കൊണ്ട് ആക്കാൻ വന്നതാണ്. തങ്കി ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നിട്ട് എൻ്റെ കൊച്ചച്ഛൻ്റെ മോളാണ്. അവളുടെ സ്കൂളിലാണ് അവനും പഠിക്കുന്നത്. അങ്ങനെ അതേ വന്ന് കുളിയൊക്കെ കഴിഞ്ഞു. അവൻ്റെ എൻ്റെ കപ്പിലെ ചായയും കൊണ്ട് പോയിട്ടുണ്ട്. അതും ബാക്കി ചക്കവറുത്തയും കൂടെ ഇരുന്ന് കഴിച്ചു. അപ്പോൾ കുഞ്ഞിപ്പാറും ഇടയ്ക്കൊന്ന് ഓരോരോ ചക്കവറുത്തയായിട്ട് ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് കാണിച്ചിട്ട് കഴിക്കൂട്ടോ. അവൾക്കറിയാം, വീഡിയോ എടുക്കുമ്പോൾ നല്ലപോലെ അറിയാം. പിന്നെ തങ്കിക്ക് ഒരു നാടോടി നൃത്തത്തിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കൂടെ നടക്കുന്നുണ്ട്. അതൊക്കെ തകൃതിയായിട്ട് നടന്നു. അങ്ങനെ 5 മണിയായി. ഇതേ പിള്ളേരെ ഞാൻ ട്യൂഷൻ കൊണ്ടുവിടാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം ഇതാണ് അവരുടെ ട്യൂഷൻ. ഇവിടെയാണ്, ഈ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അവർ അങ്ങ് കയറണ വരാൻ നോക്കിയിരിക്കും. അങ്ങോട്ടൊന്നും വലിയ ദൂരമൊന്നുമില്ല.
അപ്പം അങ്ങോട്ട് കയറ്റി വിട്ടു. എന്നിട്ട് ഞാൻ സാധനം മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചങ്കുട്ടിക്ക് സ്കൂളിലും കൊണ്ടുപോകണ്ട. അപ്പോൾ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ നല്ല ചാറ്റിൽ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വീട്ടിൽ ചെല്ലണം, കാരണം ഇറങ്ങിക്കൊണ്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതേ സാധനമൊക്കെ മേടിച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. കക്കാർച്ച കണ്ട് മേടിക്കാൻ തോന്നിയില്ല, പിന്നെ ആണെങ്കിൽ പോന്നു. പിന്നെ അതേ ഒന്ന് ത്രെഡ് ചെയ്യണമായിരുന്നു. അങ്ങനെ ഞാൻ നമ്മുടെ അടുത്തുള്ള ഒരു ബ്യൂട്ടി പാർലറിൽ പോയി കയറി. അപ്പോൾ ചേച്ചിയുടെ ചോദിക്കുന്നുണ്ട് ചേച്ചിനെ കാണിക്കണമെന്നൊക്കെ. അങ്ങനെ അതെല്ലാം പരിപാടി കഴിഞ്ഞ് ഇനി നേരെ വീട്ടിൽ പോകണം, കാരണം അരമണിക്കൂറായിട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. തിരിച്ച് വന്നപ്പോൾ കുഞ്ഞിപ്പാറ നല്ല വഴക്കുണ്ടായിരുന്നു. നമുക്കൊരു ബ്രൗണി മേടിച്ചു കൊടുത്തു. അപ്പോൾ അതിൻ്റെ പകുതി ഞാനും എടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നാൾ കൂടിയിരുന്നു കേട്ടോ ബ്രൗണി ഇപ്പോൾ ഞാൻ കഴിക്കുന്നത്. നല്ല ടേസ്റ്റ്, എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഈവനിങ് വ്ലോഗ് ഞാനിവിടെ വെച്ച് കട്ട് ചെയ്യാണ്. കാരണം ഓർക്കപ്പുറത്തൊരു മഴ പെയ്തു. ഞാൻ ബോട്ട് വന്ന് നല്ല നനഞ്ഞ് ചീഞ്ഞ അവസ്ഥയിലാണ് വന്നത്. കോഴി പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പം ചങ്കുട്ടിനെ വിളിക്കാൻ പോകണം. അതേ ഉള്ളൂ ഇനി മെയിൻ പരിപാടിയായിട്ട്. അത് 7 മണിയാവും. അപ്പോൾ ഞാൻ പോകുമ്പോൾ ചിലപ്പോൾ മഴയാണെങ്കിൽ ഫോൺ പിന്നെ കൊണ്ടുപോകത്തില്ല. ഇനിയിപ്പം പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. നമ്മൾ നോർമൽ ഡേ ഇൻ മൈ ലൈഫിലൊക്കെ കാണുന്ന പോലെ എന്താ വിളക്ക് തീയുക, TV കാണുക, കഴിക്കുക, ഉറങ്ങുക, അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കാണിച്ച് വെറുപ്പിക്കണ്ട. അല്ലെങ്കിൽ ഇച്ചിരി ഡയലോഗ് അടി കാരണം ഇച്ചിരി ഡ്യൂറേഷൻ കൂടുതലാണ് ഇപ്പോൾ വീഡിയോയുടെ. കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ, ആവശ്യമുള്ളതൊക്കെ ആയിരുന്നു പറഞ്ഞത്. അപ്പോൾ എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ഇച്ചിരി വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ ടാറ്റാ ബൈ.